ഹലോ. അപ്പോൾ ഇന്നത്തെ ഡ്രോയിങ് എൻ്റെ ഒരു ഡ്രീം ഡ്രോയിങ് ആണ്. ഞാൻ വളരെയധികം കാലമായിട്ട് വരയ്ക്കണം എന്നാലോചിച്ചൊരു ഡ്രോയിങ് ആണ്. പേളി മണീനെ തന്നെയാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വരയ്ക്കണം എന്ന് തോന്നിയത് സത്യം പറഞ്ഞാൽ ഹെയർ തന്നെയാണ് കേട്ടോ. ഹെയറിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയത് വരയ്ക്കണമെന്ന്. കാരണം ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ളത് എപ്പോഴും ലോങ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ വേവി ഹെയറൊക്കെയാണ് വരച്ചത്. സോ കേളി ഹെയർ വരയ്ക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അതുമാത്രമല്ല ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളി മണിയുടെ, പ്രത്യേകിച്ച് ഐസും ലിപ്സും. സോ ഐസ് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് വരച്ചത്. ചാർക്കോൾ പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര തൃപ്തി തോന്നിയായിരുന്നു ഈ ഐസ് വരച്ച് കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് പെർഫെക്റ്റ് ലുക്ക് വന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ ലിപ്സ് ആയാലും അതെ, കുറച്ചധികം എഫേർട്ട് എടുത്തു ഞാൻ ലിപ്സ് വരയ്ക്കാൻ. കുറച്ചധികം പണിപ്പെട്ടു. ബിക്കോസ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഡ്രോയിങ്. ഞാൻ യൂട്യൂബിലിങ്ങനെ കയറി സെർച്ച് ചെയ്ത് ട്യൂട്ടോറിയൽസ് കണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. സ്കൂൾ ഡേയ്സിലൊക്കെ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ടൈം ആയാലും അതെ, എന്തായാലും അതെ, തീരെ സാഹചര്യമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കാൻ പോകും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു പോയിട്ട് പഠിക്കാനുള്ള ഒരു മൈൻഡും കിട്ടുന്നില്ല. ഒരു പോർട്രേറ്റ് ഡ്രോയിങ് വരയ്ക്കുന്നതിൽ മെയിനായിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്, സ്റ്റെംപ് എന്ന് പറയുന്നതാണ്. ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡിങ് ഓക്കെ ആയാൽ തന്നെ ആ ഒരു പിക്ചറിന് ഭയങ്കര റിയലിസ്റ്റിക് ലുക്കാണ് കിട്ടുന്നത്. പിന്നെ അതേപോലെ ലിപ്സ് ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ടാട്ടോ വരച്ച്. കുറച്ചധികം മായ്ക്കേണ്ടൊക്കെ വന്നു. കാരണം കുറച്ച് നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ലിപ്സ് തന്നെയാണ്. സോ കുറച്ചധികം പണി തന്നെ ഉണ്ടായിരുന്നു അതിൽ. ലിപ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെയറിനാണ് കുറച്ച് സമയം എടുത്തത്. ഒരു 1 day എടുത്തു ഞാനത്. ഫുൾ ടൈം ഇരുന്ന് വരയ്ക്കുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോന്ന് വരയ്ക്കുന്നത്. സോ സമയം കുറച്ച് എടുത്തു ആ ഹെയർസ് ഒന്ന് ഫുള്ളാക്കി എടുക്കാൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് ആവുമോ. കാരണം ഫേസ് റെഡി ആയിരുന്നു. പിന്നെ ഹെയർ വരച്ചത് ഫേസ് ചേരില്ലേ, അതായത് കുളമായി പോവോ പിക്ചർ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ വരച്ച് തുടങ്ങിയപ്പോൾ ഓക്കെ ആയിരുന്നു. അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട് തോന്നിയപ്പോൾ ഞാനത് ഫുള്ളാക്കുകയാണ് ചെയ്തത്. പിന്നെ പിക്ചർ കംപ്ലീറ്റ് ആയപ്പോൾ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പേളി മണി അത് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടിട്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ. അതേപോലെ തന്നെ വീട്ടിലുള്ള നല്ല ടൂൾസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് അടക്കം ഉണ്ടായിരുന്നില്ല. നോർമലായിട്ടുള്ളൊരു ചാർട്ടായിരുന്നുള്ളത്. അതിൽ വരച്ചു തുടങ്ങിയിട്ട് അത് ഫ്ലോപ്പ് ആയിപ്പോയി. കാരണം മര്യാദയ്ക്ക് അത് ബ്ലെൻഡ് ചെയ്യാൻ കൂടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതൊന്ന് വരച്ച് തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഉടനെ ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ നല്ല പോർട്രേറ്റ് റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ വരയ്ക്കണം, ഗിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ കുറേ ദിവസം മുന്നേ എന്നോട് പറയണമെന്നേ മാത്രം. കാരണം ഞാൻ പ്രൊഫഷണലൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ വരച്ചെടുക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ വരച്ച് നോക്കും, ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇവിടെ ഹെയറിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഭയങ്കര കുറച്ച് എന്താ പറയുക, ഇങ്ങനെ കട്ട കുത്തിയ പോലെയല്ലേ. അപ്പോൾ അതങ്ങ് വരച്ചിട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തൃപ്തിയായി. കാരണം റിസൾട്ട് ഇത്ര ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയായി. കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഇതാണ് ലാസ്റ്റ് എൻ്റെ ഡ്രോയിങ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ബൈ.